നോക്കൂ, കാലം നമ്മൾ പറയും മോശമായി എന്ന്. കാലം മോശമായിട്ടില്ല, കാലത്തിൽ ജീവിക്കുന്ന നമ്മളാണ് മോശമായത്. നഈബു സമാനനാ വൽ ഐബു ഫീനാ. ഇമാമുന ശാഫിഈ തങ്ങൾ പാടി, നാം കാലത്തെ കുറ്റം പറയും. വൽ ഐബു ഫീനാ, കുറ്റവും ന്യൂനതകളും നമ്മൾക്കാണുള്ളത്. നമ്മൾ കാലത്തെ കുറ്റം പറയേണ്ടതില്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന മിൻ അശ്റാത്തിസ്സാഅ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമിനെ ഉയർത്തപ്പെടും. വയക്സുറൽ ജഹൽ, ജഹൽ വർദ്ധിക്കും. അറിവിനെ ഉയർത്തുകയും അറിവില്ലായ്മ വർദ്ധിക്കുകയും ചെയ്യും അവസാന കാലത്ത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അയ്യുർഫഅൽ ഇൽമു വയക്സുറൽ ജഹ്ലു വയക്സുറസ് സിനാ, സിനാ വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും. വയക്സുറ ശുർബൽ ഖംർ, കള്ളുകുടി വർദ്ധിക്കും. വയക്സുറൻ നിസാ, പെണ്ണുങ്ങൾ വർദ്ധിക്കും. വയഖില്ലർ റിജാൽ, ആണുങ്ങൾ ചുരുങ്ങി വരും. ഹത്താ യകൂന ലി 50 ഇംറഅ, 50 പെണ്ണിന് അൽ ഖയ്യിമുൽ വാഹിദു, ഒരു പുരുഷൻ എന്ന അനുപാതത്തിലെത്തും. 50 പെണ്ണ് ഒരു പുരുഷൻ ഉണ്ടോ? ഇപ്പം സ്ത്രീകളുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഓരോ രാജ്യത്തും കണക്ക് പിന്നീട് സർവേ വരും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീകൾ വർദ്ധിക്കും, പുരുഷന്മാർ ചുരുങ്ങി വരും. നോക്കൂ, ഇൽമ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അത് നൂറാണ്, അള്ളാഹുവിൻ്റെ നൂറാണ്. അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാഫിലീങ്ങളും ആലിമീങ്ങളുമാക്കി തരട്ടെ. ഒരു മകനെ നമുക്ക് ഹാഫിലും ആലിമുമാക്കാൻ കഴിയണം. എന്തിനു വേണ്ടി? ഉപ്പയുടെ മയ്യിത്ത് നമസ്കരിക്കണം. സ്വന്തം മോൻ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. കണ്ടോ? ഞങ്ങൾ ഉസ്താദന്മാർ പറയും, അതിനേക്കാൾ ഹൃദ്യമാണ് നമ്മുടെ മക്കൾ പറയുന്നത്, അല്ലേ? ആണോ? അല്ലേ? അതെ. മരണവേദന ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അഖ്റബിനല്ലേ, അടുത്ത ബന്ധുക്കൾക്കല്ലേ? ഇൻഷാ അല്ലാഹ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ കിതാബ് തിരിയുമായിരുന്നു. ഇന്ന് കിതാബ് തിരിയുന്നവർ ചുരുങ്ങി വരികയല്ലേ? ആണോ? അല്ലേ? ചുരുങ്ങി വരികയാണ്. അൽഹംദുലില്ലാഹ്, അൽ ആരിഫു ബില്ലാഹ് കണ്ണിയത്ത് ഉസ്താദിനെ ജീവിതത്തിൽ 2 വട്ടം കണ്ടു. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി CM മടവൂരിനെ ജീവിതത്തിൽ 2 വട്ടം കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ജനനം കൊണ്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയാണെങ്കിലും കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖിൻ്റെ പള്ളിയുടെ പിന്നിൽ പഴയ ഓടുകൊണ്ട് നിർമ്മിച്ച 2 നില വീട്ടിൽ ഒരു മൂലയിൽ വിശ്രമിച്ച് ഈ ഖൽവത്തിലും ഫിക്റിലും ഏകാന്ത ധ്യാനത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന വലിയുല്ലാഹി CM മടവൂരിനെ കാണാൻ അല്ലാഹു തൗഫീക്ക് നൽകി. അതിന് കാരണം സത്യം പറഞ്ഞാൽ AP ഉസ്താദാണ്. ഞാൻ EKയുടെ പണ്ഡിതനാണെങ്കിലും കോട്ടയം ജില്ലാ സമസ്തയുടെ ട്രഷററാണ്. ഞാൻ സുന്നത്ത് ജമാഅത്തിനെ ഒന്നായിട്ടാണ് കാണുന്നത്. ഞാൻ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കാറില്ല. നിങ്ങളും സുന്നികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? AP ഉസ്താദ് എന്നെ വിളിക്കുന്നു, ഹാഫിൽ ഉസ്താദായിട്ട് മർക്കസിലേക്ക് വരണം. 87 സുഹൃത്തുക്കളെ, അതിനു മുമ്പ് കോഴിക്കോട് അഞ്ചുമനിൽ ഞാൻ ഹിഫ്ള് പഠിച്ചു. 17 ജുസു കോഴിക്കോട് അഞ്ചുമനിലാണ് പഠിച്ചത്, ബാക്കി ബാംഗ്ലൂരിൽ. അങ്ങനെ കാരന്തൂർ മർക്കസിൽ ആദ്യത്തെ ഹാഫിൽ ഉസ്താദായി എനിക്ക് ജോലി കിട്ടുകയാണ്. ശമ്പളം എത്ര ഒന്ന് പറഞ്ഞാൽ നോക്കട്ടെ. 87, 88, 89 എത്ര ഉണ്ടാവും അന്നത്തെ ശമ്പളം? ഇതേ പ്രസംഗം പിടിക്കുന്നുണ്ട്, ലൈവാണ്. നാളെ നോളജ് സിറ്റിയിലും അബ്ദുൽ ഹക്കീം അസരിയൊക്കെ കേൾക്കും. 400 രൂപയാണ് ഈ വിനീതൻ്റെ ആദ്യത്തെ ശമ്പളം. അന്ന് 100 രൂപയും കൊണ്ട് കോഴിക്കോട് ടൗൺ മൊത്തം കറങ്ങി മേടിക്കാവുന്നെല്ലാം മേടിച്ചാലും ബാക്കി ഇത്ര ഉണ്ടാവും? 20 രൂപ ഉണ്ടാവും. പൈസയ്ക്ക് മൂല്യം ഉണ്ടായിരുന്നു. അന്ന് അവിടെ അൽഹംദുലില്ലാഹ് ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി. ഇന്ന് നമുക്കവിടെ കടന്നു ചെന്നാൽ 100 കണക്കിന് കുട്ടികൾ വന്ന് അവരുടെ ഉസ്താദിൻ്റെ ഉസ്താദ് എന്ന നിലയിൽ അവർ സ്നേഹിക്കും. ഇതെല്ലാം ഖുർആൻ്റെ ബഹുമാനമാണ്.
ഞാൻ മർക്കസിലെത്തുമ്പോൾ മർക്കസ് സഖാഫത്തി സുന്നിയ സമസ്തയുടെ സ്ഥാപനമാണ്. ഷംസുൽ ഉലമ അവിടെ നിന്ന് മാറി നന്ദിയിലോട്ട്. ഷംസുൽ ഉലമ എന്ന് തന്നെ പറഞ്ഞാൽ മതി. കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയേണ്ടതില്ല. ഷംസുൽ ഉലമ, ഇന്നഹു ഷംസുൽ ഉലമ. അറബികൾ പറഞ്ഞതാണ്, അദ്ദേഹം ഉലമാക്കളുടെ സൂര്യനാണ്. ഈ കട്ടിയുള്ള ഒരു കിതാബിൻ്റെ കയ്യിലുണ്ട്. ഷംസുൽ ഉലമ ആരാണെന്ന് പ്രതിപാദിക്കുന്നു. ഷംസുൽ ഉലമയുടെ ദറസിൽ നന്ദിയിൽ ഞാൻ പോയി ഏറ്റവും പുറകിലത്തെ സഫിൽ ബർക്കത്തിന് വേണ്ടി ഇരുന്ന വിദ്യാർത്ഥിയാണ്. അൽഹംദുലില്ലാ. സ്വാലിഹീങ്ങളെ നിങ്ങൾ കാണണം, മുസാഫഹ ചെയ്യണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു ആ ഖബർ വിശാലമാക്കട്ടെ. കോട്ടുമല ബാപ്പു മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. വലിയ ആഗ്രഹമുണ്ടായിരുന്നു ബാഫക്ക് തങ്ങളെ കാണണമെന്ന്, കഴിഞ്ഞില്ല. എൻ്റെ പിതാവ് ബാഫക്ക് തങ്ങളെ കണ്ടിട്ടുണ്ട്, PMSA പൂക്കോയ തങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, എനിക്കും ജ്യേഷ്ഠനും PMSA പൂക്കോയ തങ്ങൾ ശിഹാബ് തങ്ങളുടെ വാപ്പ 2 ഐക്കല്ല് തരികയും അത് കെട്ടിയും കുറേ നാളത് ഉപയോഗിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി കെട്ടിയോ ആ രോഗം മാറുകയും ചെയ്തു. അതിപ്പോൾ പറയണ്ടല്ലോ, ചുമ്മാ ഇവർക്ക് പണി കൊടുക്കണ്ട അല്ലേ? അതൊക്കെ സ്വാലിഹീങ്ങൾ ഒന്ന് മന്ത്രിച്ചാൽ മതി. വെള്ളക്കടലാസ്, ആ വട്ടമേശ കണ്ടില്ലേ? പാണക്കാട് പോയിട്ടുണ്ടോ? ഒരു വട്ടമേശയുണ്ട് മരം കൊണ്ടുണ്ടാക്കിയ. അവിടെയാണ് പൂക്കായ തങ്ങളിരുന്നത്, അവിടെയാണ് ശിഹാബ് തങ്ങളിരുന്നത്, അവിടെയാണ് ഹൈദർലി തങ്ങളിരുന്നത്, അവിടെയാണ് പാണക്കാട് കുടുംബത്തര തങ്ങം. അവർ വെള്ള പേപ്പറിൽ ഒരു വര വരച്ചിട്ട് നമുക്ക് തരും. എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മതി അല്ലേ? അത് മതി. അൽഹംദുലില്ലാ. അള്ളാഹു പടച്ചവൻ ആരിഫീങ്ങളെയും സാലിഹീങ്ങളെയും ഒക്കെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CM-നെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. 2 കാര്യത്തിന് വേണ്ടി ചെന്നു. എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉടനെ നടക്കും, അടുത്ത കാര്യം അല്പം കഴിയുമെന്ന് പറഞ്ഞു. കുടുംബത്തിലെ ഒരു പ്രശ്നം അത് ഉടനെ പരിഹരിക്കപ്പെട്ടു. 2ാമത്തെ കാര്യം, മാതൃ സഹോദരിക്ക് സന്താനങ്ങളില്ലായിരുന്നു, കൊച്ചുമ്മയ്ക്ക്. 4 വർഷം കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു. ഇപ്പോഴും ആ ഒരു കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞിപ്പോൾ കല്യാണം കഴിച്ചു. ആ വ്യക്തിക്ക് ഇന്ന് 2 മക്കളുണ്ട്. ഉണ്ടോ? رب أشغص أغبر مدفوع بالأبواب لو أقسم على الله لأبر. ജാടകളില്ലാത്ത എത്രയോ ആളുകൾ മദ്ഫൂഇൻ ബിൽ അബ്വാബ്, അവരുടെ വാല്യൂ, അവരുടെ മൂല്യം സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. അവർ വരുമ്പോൾ വീടിൻ്റെ ഗേറ്റുകൾ ഓപ്പൺ ചെയ്യപ്പെടാറില്ല, അവരെ കാത്ത് കാറുകൾ കിടക്കാറില്ല. റുബ്ബ അശ്ഗസ അഗ്ബറ. അവരെ കണ്ടാൽ ഒറ്റയടിക്ക് നമുക്ക് തോന്നും അവര് യാത്രക്കാരാണ്, അതിൻ്റെ പേരിൽ പൊടി പുരണ്ടിട്ടുണ്ടാകും. പക്ഷേ അവര് യാതൊരു തറഫോ യാതൊരു ഔന്നത്യമോ കൊതിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനെ മുൻനിർത്തി വല്ലതും പറഞ്ഞാൽ ലഅബറ, അല്ലാഹു അത് നടപ്പിലാക്കി കൊടുക്കും. കണ്ടോ? അത് വേണ്ട, അത് വേണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അതുപോലെ ആക്കി കൊടുക്കും. എന്തുകൊണ്ട് കിട്ടുന്നതാണ് ഈ മഹത്വം? എന്തുകൊണ്ട് കിട്ടുന്നതാണ്? അള്ളാഹുവിനോടുള്ള സമീപനം പോലെ ഇരിക്കും അല്ലേ?